വിഴിഞ്ഞം തുറമുഖത്തിന്റെ രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ഇന്ന് വൈകുന്നേരം നടക്കും. ഇന്ന് വൈകുന്നേരം 4 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യ അതിഥിയായിരിക്കും. ഷബീദ് റാവുത്തർ വിഴിഞ്ഞത്ത് നിന്ന് ചേരുകയാണ്. ഷബീദ്, ഒരു വിഴിഞ്ഞം നമ്മുടെ അഭിമാനം ഉയർത്തുന്ന പദ്ധതി തന്നെയാണ്. അതിൻ്റെ രണ്ടാം ഘട്ടം വളരെ വേഗത്തിൽ പോകാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നത്തേക്ക് ഈ പദ്ധതി ഇപ്പോൾ പൂർത്തിയാക്കും? 2045 പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. 28 പൂർത്തിയാവുമെന്ന് പറയുന്നു. 28 പൂർത്തീകരിക്കുമോ? ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. ഉറപ്പായിട്ടും, കാരണം രാജ്യത്തിന്റെ സംസ്ഥാനത്തിന് തന്നെ അഭിമാനമാണ് വിഴിഞ്ഞം തുറമുഖ പദ്ധതി. ഒരുപക്ഷെ വരും നാളുകളിൽ തിരുവനന്തപുരം നഗരം അറിയപ്പെടാൻ പോകുന്നത് പോലും ഒരു തുറമുഖ നഗരം എന്നൊക്കെ ആയിട്ടായിരിക്കും. ആ രീതിയിലേക്കുള്ള മാറ്റങ്ങൾ അത് വിഴിഞ്ഞം ഇതിനോടകം തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഒരുപക്ഷെ നമ്മുടെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഒരു ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. അതായത് വിഴിഞ്ഞം തുറമുഖത്തിന്റെ സ്വാഭാവിക ആഴമടക്കമുള്ള കാര്യങ്ങളുടെ സാധ്യതയാണ് വിഴിഞ്ഞം തുറമുഖത്തിന് രാജ്യാന്തര കപ്പൽച്ചാലിൽ തന്നെ വലിയ ഒരു ഏടായി മാറുന്നത്. ഇന്ന് വൈകിട്ട് 4 മണിക്ക് നടക്കുന്ന ചടങ്ങിലാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ രണ്ടാം ഘട്ട നിർമ്മാണങ്ങളുടെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം നടക്കുക. ഈ കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാൾ ആയിരിക്കും മുഖ്യാതിഥിയായി വരിക. തുറമുഖ വികസനത്തിന്റെ സമ്പൂർണ്ണ വികസനമാണ് ഈ ഘട്ടത്തിൽ പൂർത്തിയാവുക. 2028 നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയും എന്നുള്ളതാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത്. 10,000 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ ഘട്ടത്തിൽ നടക്കും. ഈ റെയിൽവേ യാർഡും മൾട്ടിപർപ്പസ് ബെർത്തും ലിക്വിഡ് ടെർമിനലും ടാങ്ക് ഫാമും എന്നിവയും രണ്ടാം ഘട്ടത്തിൽ ഉൾപ്പെടുന്നുണ്ട്. വിഴിഞ്ഞത്ത് ഇതിനകം 710 കപ്പലുകളിൽ നിന്നായി 15.19 ലക്ഷം കണ്ടെയ്നറുകളാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. 2028 വിഴിഞ്ഞം ഈ പൂർണ്ണ സജ്ജമാകുന്നതോടെ തുറമുഖത്തിന്റെ ശേഷി 5 ഇരട്ടിയായി ഉയരും എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അങ്ങനെ അഭിമാനം, രാജ്യത്തിന് തന്നെ അഭിമാനമായി മാറുന്നുണ്ട്. ആകെ 10,000 കോടി രൂപ ചെലവ് വരുന്ന നിർമ്മാണം അത് രണ്ടാം ഘട്ടത്തിൽ നടപ്പിലാക്കും. നമുക്കിതിന്റെ ഒരു നാൾ വഴി സ്കാൻ പരിശോധിക്കാം. 2015 ഡിസംബർ 5 വിഴിഞ്ഞം തുറമുഖ നിർമ്മാണം ആദ്യഘട്ടം ആരംഭിക്കുന്നത്. 2023 ഒക്ടോബർ 15 വിഴിഞ്ഞം തുറമുഖത്ത് ആദ്യ കപ്പൽ ചൈനീസ് ചരക്ക് കപ്പലായിട്ടുള്ള ഷെൻഹുവ 15 വിഴിഞ്ഞത്തെത്തി. അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. 2024 ജൂലൈ 12 ട്രയൽ റൺ ആരംഭിച്ചു. പിന്നാലെ സാൻ ഫെർണാണ്ടോ എന്ന് പറയപ്പെടുന്ന പടുകൂറ്റൻ കപ്പൽ വിഴിഞ്ഞത്തെത്തി. 2024 ഡിസംബർ 3 വാണിജ്യാടിസ്ഥാനത്തിൽ ഔദ്യോഗികമായി പ്രവർത്തനം തുടങ്ങി. 2025 മെയ് 2 വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഔദ്യോഗികമായി കമ്മീഷൻ ചെയ്തു. 2025 ജൂൺ 9 ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലായിട്ടുള്ള MSC ഐറിന അത് വിഴിഞ്ഞത്തെത്തുന്നത് നമ്മൾ കണ്ടു. 2025 സെപ്റ്റംബർ 23 500ാമത്തെ കപ്പൽ വിഴിഞ്ഞത്ത് നങ്കൂരമിട്ടു. 2025 ഡിസംബർ 1 മാസം 1.21 ലക്ഷം കണ്ടെയ്നർ കൈകാര്യം ചെയ്ത റെക്കോർഡ് നേട്ടവും വിഴിഞ്ഞം തുറമുഖം കൈവരിച്ചിട്ടുണ്ട്. എന്തായാലും രണ്ടാം ഘട്ടം പൂർത്തിയായി 2028 പൂർണ്ണ സജ്ജമാകുമ്പോൾ വിഴിഞ്ഞം ലോകത്തിൽ തന്നെ പ്രധാന ശ്രദ്ധാകേന്ദ്രമായി മാറും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.